ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ പറയട്ടെ, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ആരോമൽ. എൻ്റെ പേര് നന്ദന. നമ്മൾ നാട്ടിലെ ട്രെൻഡത്താണ്. UK ലണ്ടനിലാണ്. ലണ്ടനിൽ എവിടെയെന്ന് പറയുന്നില്ല. ആൻഡ് ഓൾസോ നമ്മൾ വൈഫ് ആൻഡ് ഹസ്ബൻഡാണ്. പിന്നെ UK വർക്കിംഗ് ആണ്. ഞാൻ വർക്കിംഗ് അല്ല, ഞാൻ ചുമ്മാ വീട്ടിലേക്ക്. ഞാൻ വന്നിട്ട് 2 weeks ആവുന്നേ ഉള്ളൂ. ഞാൻ വന്നിട്ട് 11 വർഷമായി. ഫാമിലി ഒരു ബാഗല്ലേ ഇപ്പം തൊട്ടാവും ബാഗും ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ വ്ളോഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും എല്ലാം നമുക്ക് വേണം. അപ്പോൾ നമ്മളിനി നമ്മളുടെ വീട്ടിലെ വിശേഷം, നമ്മളുടെ കാര്യമായിട്ട് നമ്മൾ എല്ലാം നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഡെയിലി എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസ്, എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു, എങ്ങനെയാണ് നമ്മളുടെ കഷ്ടപ്പാട്, എങ്ങനെയാണ് നമ്മളുടെ ജീവിത ശൈലി, ജീവിത രീതികൾ എല്ലാം കാണിക്കുന്നതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളുടെ യൂട്യൂബ് ചാനൽ അയച്ചു കൊടുക്കുക. ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ കോണ്ടന്റ് ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കുന്നത് പോകാനുണ്ടോ. പിന്നെ നമ്മൾ പല്ല് വെച്ചിട്ട് വന്നിട്ട് നമ്മൾ അടുത്തത് ചെയ്യുന്നത് കാണിക്കുന്നു. ഞാൻ പല്ല് വെച്ചിട്ട് തരാം. ഗൈസ് ചായ ഉണ്ടാക്കി, ചായ വെച്ച് നമ്മുടെ ഏലക്കൊക്കെ ഇട്ട് രാവിലെ ഒരു ചായ. അത് കഴിഞ്ഞ് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്, പപ്പടം വെച്ചിട്ടുണ്ട്, മുട്ട അടുപ്പിലിരിക്കുന്നുണ്ട്, മുട്ട തോടിരിക്കുന്നു. മുട്ട കാണിച്ചാൽ ചെറുതായിട്ട് സിമ്പിളായിട്ട് കുക്ക് ചെയ്യാനുള്ള രീതിയാണ്. അതിൻ്റെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുത്ത് വരുന്നതായിരിക്കും. ഇത് അമ്മ ബീഫ് അരിയ. ഇന്ന് നന്ദേൻ്റെ ആകെ സ്പെഷ്യൽ ബിരിയാണിയാണ്, ബീഫ് ബിരിയാണി. കറി വയ്ക്കുന്ന അപ്പോൾ കറി വയ്ക്കും. രാവിലെ 35 കൊണ്ടിന് അടിച്ചേപ്പിച്ചതാ. ചളിഞ്ഞ മോന്തങ്ങോട്ട് തിരിഞ്ഞ് 35 കിലോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ചളിഞ്ഞെന്നൊക്കെ തോന്നൂടെ? ജോലിക്ക് ബൈ ബൈ. രാവിലെ തന്നെ നന്ദ പണി വന്നിരിക്കുക. വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി. വീട്ടിലെ പൂച്ച വന്ന്, നെയ്ബർ പൂച്ച കാണിച്ചു തരാം. നമ്മള് പൂച്ചയ്ക്ക് ബീഫ് കൊടുക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഗാർഡൻ, ചെറിയ ഗാർഡൻ. ഇന്നലത്തെ കാറ്റിൽ ഇതൊക്കെ ഇടിഞ്ഞു പോയി. കയ്യിൽ വെച്ചോട്. അങ്ങനെ കൊടുക്കുന്ന ഇത് പൂച്ചയാണോ പട്ടിയാണോ? എന്താ പുതിയ സാധനം പൊട്ടാറ്റോ കൊണ്ടുവന്നിരിക്കുന്നത്. വീണ്ടും ഉള്ളി വൃത്തിയാക്കണം. പൊട്ടാറ്റോ തിരുമ്പ ജോലി ചെയ്തെന്താ ഞാൻ കൊപ്പി തന്ന ഭൂത. ഇഞ്ചി തൊലിച്ചാ ചൊരണ്ട എങ്ങനെ ചെയ്യേണ്ടത്? ഇങ്ങനെ അധികം നല്ലതായിരുന്നു. ഫുഡ് കഴിക്കാൻ പോവാ. നല്ല ഷപ്പുണ്ട്. നല്ല ഫുഡ് കഴിക്കുക. ഇന്ന് നന്ദേൻ്റെ പുട്ട്, പഴം, പപ്പടം, മുട്ട. ചായ നേരത്തെ കുടിച്ചു. കഴിച്ചിട്ട് വരാം ഗായ്സ്. എല്ലാം അരിഞ്ഞ് കഴിഞ്ഞ്
ബീഫ് കൈ വൃത്തിയാക്കിയ വീട്ടിലും വിളിച്ച് സംസാരിച്ചുണ്ട്. അടുപ്പ് ചൂടാക്കി എണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയിട്ട് ചെറിയ ഉള്ളി വീഡിയോ എടുക്കാൻ പറ്റിയില്ല നേരത്തെ എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് സംസാരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ബാക്കിയായിട്ട് കാണിക്കാം. ആറ്റി എണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി വന്ന് ചെറുതായിട്ട് ഡാർക്കായതും ചെറിയ ഉള്ളി ഇട്ട് അതെന്തുവാ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കുറച്ചിട്ടാൽ മതി. ബാക്കി പേസ്റ്റ് ആക്കണം. കായത്തൊന്ന് കിണ്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. വാടിക്കൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഉള്ളിയായിരുന്നു അതുകൂടെ കുറച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഗൈസ്. കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ചെടുക്കുക. ഞാൻ ജിഞ്ചറിന്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ജിഞ്ചറിന്റെ ബാക്കി വന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളമായിട്ട് മിക്സാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ച് വയ്ക്കുക. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. എത്ര മതിയാ? പൊട്ടാറ്റോ, ടൊമാറ്റോ, ചില്ലി എന്നാണ് പറഞ്ഞത്. മിക്സ് ചെയ്യുക. ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണുള്ളത്. അളവെങ്ങനെയാ? അളവ് നിങ്ങൾക്കുള്ള ഇഷ്ടത്തിനുള്ളത് അനുസരിച്ചുള്ളതും എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇടുക. വാരി വലിച്ചിടാതെ ഇരിക്കുക. ഇതാണെങ്കിൽ നമ്മൾ പൊടികളെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മേളിലായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇതിങ് എടുത്തിട്ട് വന്നതാണ്. ഏകദേശം ഇങ്ങനെയായി. എടുത്ത മഞ്ഞൾപ്പൊടി ഗരം മസാല എപ്പോഴും ഇടുന്നില്ല. കുരുമുളക് ഇടത്തില്ല. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ മസാല മൂക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ. നമുക്ക് ബീഫ് ഇട്ടെടുക്കാൻ ബീഫ് ഞാൻ ഇങ്ങനെ ഇടുന്നെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഞാൻ ഇത് തോന്നുള്ളത് കഴിക്കുന്നതാണ്. ഇളകി കൊടുക്കുക. എല്ലാ ബീഫും ഇട്ടിട്ട് വാഷ് ചെയ്യാനുള്ളത് താഴെ ഇരിക്കുന്നു. ലാസ്റ്റ് വാഷ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ കറിവേപ്പില ഇടുക. അതിൻ്റെ മല്ലിയില ഇടുക. ശകലം വെള്ളം ഒഴിക്കുക. കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മതി, കൂടുതലാവണ്ട. വീട്ടിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. അഞ്ച് വയസ്സിലാകുമ്പോൾ ഓപ്പൺ ചെയ്യുക. വയസ്സ് അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുക. എന്തൊക്കെ വയ്യാകുമ്പോൾ വാങ്ങിച്ച് ഉടനെ വീട്ടിൽ പോകും. കുറച്ച് ഫ്രൂട്ട്സും സമയമൊക്കെ വാങ്ങിക്കാണ്ട് മെഡിസിൻ വാങ്ങിച്ചിരിക്കുക. തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ വേണ്ടി കുറച്ച് കോക്കനട്ട് വെള്ളം വാങ്ങിച്ച് പിന്നെ ഒരു മസാല ദോശ വാങ്ങിക്കുക. കടേൻ്റെ ഒരു റൊട്ടിമാൻ വാങ്ങാം. മസാല ദോശ റെഡിയായി. ചട്നി വാങ്ങിച്ചു. അങ്ങനെ തിരിച്ചെത്തിയിരിക്കുക. നല്ല ബീഫ് കറി നോക്കാം. ഇറക്കി വെച്ചിരിക്കുക. എത്ര നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കാം.
പൊളി. നിങ്ങൾക്കും ബീഫ് കറി ഉണ്ടാക്കണമെങ്കിൽ ഈ റെസിപ്പി ഫോളോ ചെയ്യുക. ഫോളോ അവർ ചാനൽ, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് ഇട്ട് തീർക്കുക. എന്തൊക്കെ വയ്യ, അതുകൊണ്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യണം. ഗൈസ്, നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും